ഒരിക്കലും പൈസേനെ പേടിക്കാനും പാടില്ല. പേടിച്ച് കഴിഞ്ഞാൽ പൈസ തരില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുതിയ പിള്ളേര് 10,000 വെച്ച് 1,00,000 ഉണ്ടാക്കാനും നോക്കാം. നടക്കണ കാര്യമില്ല. ഒരു ഗ്രാജുവേഷൻ ഒക്കെ കഴിയുമ്പോഴാണ് ശരിക്കും ഒരു സ്റ്റുഡൻസ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് ട്രേഡിംഗിലേക്ക് വരാനാണെങ്കിൽ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കുന്നത്? അവർ ഫസ്റ്റ് അവർ മൈൻഡ് സെറ്റ് സെറ്റ് ആയിരിക്കും. റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടായി. കാരണം ഇവർ പഠിച്ചിറങ്ങുമ്പോൾ ഓക്കെ പഠിച്ചു, അടുത്ത ജോലി ചെയ്യുക, സാലറി, ഈ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് അവിടെ നിന്ന് കിട്ടുള്ളൂ. ഏത് കോളേജിൽ നിന്നാലും എവിടെ നിന്നാലും ഇതേ പഠിപ്പിക്കുള്ളൂ. അവർ എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ് ആദ്യം ബിൽഡ് ചെയ്ത് കിട്ടുന്നത്. അതിൽ നിന്ന് ആദ്യം തന്നെ മാറ്റം. ട്രേഡിംഗിലേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും പൈസേനെ പേടിക്കാനും പാടില്ല. പേടിച്ച് കഴിഞ്ഞാൽ പൈസ തരില്ല. ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 മണി എന്ന് പറഞ്ഞാൽ 8 മണി, 7:59 8 ഒന്നല്ല 8 മണി. അതേപോലെ തന്നെ നമുക്ക് നോളജ് വേണം. ഈ പറഞ്ഞ പോലെ പത്രം വായിക്കാത്ത ഭൂരിഭാഗം പേരാണ് ഇപ്പോൾ ഉള്ളത്, സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. ഒരാൾ പത്രം വായിക്കാറില്ല. നമ്മൾ തന്നെ എല്ലാവരും നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പേരെ വായിക്കുള്ളൂ. യുദ്ധം കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും നടക്കണ്ടോ എന്ന് തന്നെ പലർക്കും അറിയില്ല. അതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ എഫക്ട് ചെയ്യും. ആ ഒരു നോളജ്, കാര്യങ്ങൾ, ഡിസിപ്ലിൻ, മൈൻഡ് സെറ്റ്, റിസ്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി, അതുപോലെ പൈസനെ ഹാൻഡിൽ ചെയ്യാനുള്ള പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം ഇറങ്ങാം. അപ്പൊ ഒരു 20 വയസ്സായ ഒരു 21 വയസ്സൊക്കെ നമ്മളാണ് ഗ്രാജുവേഷൻ കഴിയുന്നത്. അവര് ഈ പറഞ്ഞ പ്രഷറിലേക്ക് എൻട്രി ചെയ്യുന്ന സമയമാണ്. കാരണം അത്ര നാള് പേരൻസിന്റെ ക്യാഷ് കൊണ്ടൊക്കെ എഡ്യൂക്കേഷൻ സ്പെൻഡ് ചെയ്ത് അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിരുന്നാലും ഒരു വർക്കിന്റെ ഒപ്പം ഈ പറഞ്ഞ ട്രേഡിംഗ് കൊണ്ടുപോകുന്നതാണോ ബെറ്റർ, അതോ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുന്നതാണോ? അല്ല, ഞാൻ വന്ന അതേ വഴി തന്നെ ചൂസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ. ജോലിയുടെ കൂടെ അതേ ചെയ്ത് കൊണ്ടുപോകുക. പിന്നീട് ജോലിയേക്കാൾ കൂടുതൽ നമുക്ക് ഇവിടെ നോക്കിയിട്ട് കൂളായിട്ട് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ആ സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്യാം. പ്രശ്നമെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ജോബ് വിടാം. ഒരിക്കലും ജോബ് വിട്ടിട്ട് ഫുൾ ടൈം ഇറങ്ങി പെട്ടെന്ന് ലോസ് ഒന്നും ഇവർക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കും. കാരണം ഇവരുടെ മൈൻഡ് സെറ്റ് അധികം വന്നിട്ടില്ല. നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രേഡിംഗ് ടൈമിൽ എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും? ടൈം നമ്മൾ അതിനുവേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാനാണ്. കാരണം ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസിൽ ഒരു ജോബ് ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ നൈറ്റ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. നൈറ്റിൽ അവർ പഠിച്ച് സെറ്റ് ആയിട്ട് പിറ്റേ ദിവസം എപ്പോഴാണ് അവർക്ക് ടൈം കിട്ടുന്നത് ആ ടൈമിൽ ഒരു മാർക്കറ്റ് അനലൈസ് ചെയ്ത് പഠിക്കും. പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് ചുമ്മാ കൊണ്ടു. പിന്നീട് ചില ദിവസങ്ങൾ മാത്രമേ അവർ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കുക. എല്ലാ ദിവസം ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുതിയ പിള്ളേര് 10,000 വെച്ച് 1,00,000 ഉണ്ടാക്കാനും നോക്കാം. നടക്കണ കാര്യമില്ല. 1,00,000 വെച്ച് 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് 10,000 ഉണ്ടാക്കാൻ നോക്കിയാൽ മേ ബി പോസിബിൾ ആയിരിക്കാം. കുഴപ്പമില്ല. ആ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ബിൽഡ് ചെയ്യണം. പെട്ടെന്ന് പൈസ ഒരിക്കലും നടക്കില്ല. ഉറപ്പായിട്ടും വേറെ ഒന്നുമില്ല. ആദ്യം തന്നെ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടും. ആ ഒരു ടേസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെയും എടുക്കാൻ തോന്നും. ലോസ് വരുമ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരിക്കലും പറ്റില്ല, താങ്ങാൻ പറ്റില്ല. പ്രോഫിറ്റ് വരുമ്പോൾ ബുക്ക് ചെയ്തിറങ്ങും. ലോസ് വരുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കും. ഇനി കയറിക്കോളും. ആ ഒരു ഹോപ്പ് വന്നു കഴിഞ്ഞാൽ പോയി. അത് ഇവർക്ക് ടൈം എടുക്കും. ബിഗിനേഴ്സ് ആണെങ്കിൽ മിനിമം 2 years എന്തായാലും വേണ്ടി വരും. സെറ്റായി അത്രയും നാളൊരു ജോലി ചെയ്യട്ടെ. ജോലിയുടെ കൂടെ കൊണ്ടുപോയാൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ ഒരു 10% മാറ്റിയിട്ട് ട്രേഡ് ചെയ്താൽ മതി. ഉള്ളെടുത്ത് ഇടാനും പാടില്ല. പ്രശ്നമാണ്.